السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനൊക്കെ ആരും മറക്കരുത് കേട്ടോ. എല്ലാവരും മനസ്സിലുണ്ടാവേണ്ട സഹാബിയാണ്. വലിയ മഹത്വമുള്ള സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. എത്രത്തോളം എന്ന് വെച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സമൂഹത്തോട് പറയാറുണ്ട്, അള്ളാഹിൻ്റെ റസൂല് വഹീൻ്റെ അടിസ്ഥാനത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അറിയിച്ചൊരു സന്തോഷ വാർത്ത ഉണ്ട്. എന്നെ ആരെങ്കിലും കേട്ടാൽ, എൻ്റെ ഉമ്മാനെ ആരെങ്കിലും കേട്ടാൽ അവർക്കൊക്കെ എന്നോട് സ്നേഹം ഉണ്ടാകണം ഖിയാമത്ത് നാൾ വരെ. ഇതാരാവശ്യപ്പെട്ടതാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ഒരിക്കൽ ആവശ്യപ്പെട്ടതാണ്. ഉമ്മ മുസ്ലിം ആയതിൻ്റെ ശേഷം. ഉമ്മ മുസ്ലിം അല്ലായിരുന്നു. ഉമ്മ മുസ്ലിം ആയതിൻ്റെ ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സന്തോഷം പങ്കുവെക്കാൻ റസൂലുള്ളാഹിയുടെ സമീപത്ത് ചെന്നിട്ട് കൊടുത്തൊരപേക്ഷയാണ്, എന്നെ, എൻ്റെ ഉമ്മാനെ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവർക്കൊക്കെ എന്നെ ഇഷ്ടാവണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, എല്ലാ മുഅ്മിനീങ്ങളും ആരിഷ്ടപ്പെടും? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും ഉമ്മയെയും കേട്ടവരൊക്കെ ഇഷ്ടപ്പെടുന്നു. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാരൊരു കാര്യം കൂടി പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഏതെങ്കിലും നിലക്ക് വെറുപ്പ് വെച്ച് പുലർത്തുന്നവൻ ആരാവില്ല? മുഅ്മിനാവില്ല. പിഴച്ചോനെ ആരെക്കുറിച്ച് കുറ്റം പറയുള്ളൂ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന പക്കാ ഹദീസ് നിഷേധിയായിരുന്ന ഒരു മൗലവി ഉണ്ടായിരുന്നു, ചേകനൂർ എന്നറിയപ്പെടുന്ന ആൾ. അയാൾ എഴുതിയ പുസ്തകത്തിൽ, പല പുസ്തകങ്ങളിൽ ഒരു പുസ്തകം അബൂ ഹുറൈറ എന്ന പെരുങ്കള്ളൻ എന്നായിരുന്നു. മഅദല്ലാഹ്. അദ്ദേഹത്തെ ഏറ്റവും വളരെ നീചമായ നിലക്ക്, വളരെ വെറുപ്പോടുകൂടി പ്രചരിപ്പിച്ചു. ഇന്നും ഞാൻ ഈ എല്ലാവരും പേരൊന്നും പറയുന്നില്ല, പല കക്ഷികളും ഇന്നും സഹാബികളെ ധാരാളമായി ചീത്ത പറയുന്നുണ്ട്. സഹാബിമാരോട് പലർക്കും നല്ല തീർത്താൽ തീരാത്തത്ര വെറുപ്പുകളുണ്ട്. പല സംഘടനയിലെ ആളുകൾക്കും അത് പ്രകടിപ്പിക്കുന്നുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് കേൾക്കുമ്പോൾ വെറുപ്പുള്ളവരുണ്ട്. കാട്ടുകള്ളൻ എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. സഹാബിമാരെക്കുറിച്ച് മോശമായി എഴുതിയ IPH പോലെയുള്ള പുസ്തകശാലകളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളിൽ പോലും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സ്വജന പക്ഷപാതിയായി ചിത്രീകരിക്കുന്ന വരികളുണ്ട്. സ്വന്തം മരുമകന് വേണ്ടി പൊതു ഖജനാവിൽ നിന്ന് 2 ലക്ഷം ദീനാറ് അന്യായമായി മരുമകന് വേണ്ടി പൊതുമുതലിൽ നിന്ന് എടുത്തു കൊടുത്തു എന്ന് പച്ചയായി എഴുതിയിട്ടുണ്ട്. അത് ചോദിക്കാൻ ചെന്ന അന്നത്തെ ഖജാൻജിയായ ട്രഷററായിരുന്ന അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട്, നീ അത് ചോദിക്കണ്ട, നിനക്ക് ഖജാൻജിപ്പണി പറ്റൂലെങ്കിൽ ചാവി മേശപ്പുറത്ത് വെച്ച് നിന്റെ പണി നോക്കി പോയിക്കോ എന്ന് പറഞ്ഞു എന്ന് വരെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ വരെ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അത് പണ്ടുള്ള ചരിത്രമൊന്നുമല്ല പറയുന്നത്, ഇപ്പം നിലവിൽ കാണുന്ന ചരിത്രങ്ങളാണ്. സ്വഹാബാക്കളെ മോശമാക്കുക, സ്വഹാബത്തിന് തെറി പറയുക, സ്വഹാബത്തിനെ വളരെ വഴിവിട്ട നിലക്ക് അവർ അധർമ്മകാരികളായിരുന്നു എന്ന് പറയുക, 2.5 ദീനാറിന് വേണ്ടി, 1 ദീനാറിന് വേണ്ടി, 1/2 ദീനാറിന് വേണ്ടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കിയിരുന്ന സഹാബിമാരുണ്ട് എന്ന് എഴുതി വെക്കുക. ഇങ്ങനെയൊക്കെ പറയുന്ന എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ സുപരിചിതമായ ബുക്ക് സ്റ്റാളുകളിൽ ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര പറഞ്ഞാൽ പോരെ? അപ്പം ആലോചിച്ച് നോക്കൂ, സഹാബത്തിനെ സ്നേഹിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമേ സഹാബികളെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. അവരെ പഴിക്കുന്നവർ ഇസ്ലാമികമായി മറ്റൊരു രീതിയിലേക്ക് പിഴച്ചുപോയ കക്ഷികൾക്കല്ലാതെ അവരെ പഴിക്കാനാവില്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. വളരെ ഗൗരവത്തിൽ, വളരെ വൃത്തികെട്ട രൂപത്തിൽ പറയുന്നവരൊക്കെ ഉണ്ട്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അള്ളാഹു നിങ്ങളോട് പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തിന് അവിടെ ബഖറ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ അറുക്കണം എന്നാണ് ഖുർആനിൻ്റെ കൽപ്പന എന്ന് വിശ്വസിക്കുന്ന വിഭാഗമുണ്ട് ഷിയാക്കളിൽ. മനസ്സിലാക്കണം. അവരെ കാര്യം മാത്രമൊന്നുമല്ല,
കേരളത്തിലെ ഒരുപാട് ആളുകളിൽ ആ വിശ്വാസക്കാരുണ്ട്. അപ്പം ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇന്നിപ്പോൾ അങ്ങനെയാണ്. ഇന്ന് സഹാബത്തിനെ നമ്മൾ പഠിക്കണം. സഹാബത്തിനെ പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സഹാബത്തിനെ വളരെ രൂക്ഷമായി വിമർശിക്കുക, സഹാബാക്കളെ മോശക്കാരാക്കുക. സഹാബത്തിനെ മോശക്കാരാക്കിയാൽ പിന്നെ നമ്മളാരാ മുന്നോട്ടെങ്ങനെ പോകും? ആരാ സഹാബത്ത്? ആരാ സഹാബത്ത്? അവർ നല്ലവരാന്ന് പറഞ്ഞത് ആരാ? റളിയല്ലാഹു അൻഹും എന്ന് അവരെ സംബന്ധിച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഞാനും നിങ്ങളുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവരെ അള്ള തൃപ്തിപ്പെട്ടു, അവരെ അള്ളാഹിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ള ഖുർആനിൽ അവരെ കുറിച്ച് പറയാ. അവരെ അള്ള തൃപ്തിപ്പെട്ടു, ഇവരെ അള്ളാഹിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് പോലും നമുക്ക് പഴിച്ച് സംസാരിക്കുവാൻ അവകാശമേ ഇല്ല. ഇത് അടിസ്ഥാന തത്വമാണ്, അഹ്ലുസുന്നയുടെ അടിസ്ഥാന തത്വമാണ്. നിങ്ങളാരും മറന്നു പോകരുത്, നിങ്ങളെ മനസ്സിൽ എന്നും കൊണ്ടു നടക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഒരിക്കലും ഒരു സഹാബിയെയും മോശക്കാരനായി സംസാരിക്കുകയില്ല. ആരെങ്കിലും സഹാബിമാരെ മോശക്കാരാക്കി പഴി പറയുകയോ ചീത്ത പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തേക്കാണ്. അത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തേണ്ട കാലമായതുകൊണ്ട് പറയുകയാണ്. കാരണം ഒരുപാട് ഇങ്ങനെ കേൾക്കും, ഒരുപാട് ഇങ്ങനെ പറയും ചെയ്യുമ്പോൾ ഗൗരവം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് ആളുകൾക്ക്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതേതോ ഒരാളെക്കുറിച്ച് പറയണ മാതിരിയാണ് അല്ല. സഹാബത്ത് വളരെ, സഹാബത്താരും തെറ്റുപറ്റാത്തവരാന്നല്ല, തെറ്റുപറ്റാത്തവർ പ്രവാചകന്മാർ മാത്രമേ ഉള്ളൂ. അതേ അവസരത്തിൽ അവരൊക്കെ നീതിമാന്മാരാണ്. അബദ്ധങ്ങൾ സംഭവിക്കാം. സഹാബികൾക്കിടയിലും യുദ്ധങ്ങളുണ്ടായില്ലേ, ചേരിതിരിഞ്ഞ് യുദ്ധങ്ങളുണ്ടായില്ലേ? അതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്താൻ അർഹരല്ല. അതൊക്കെ അവരവരുടേതായ ഗവേഷണങ്ങളിൽ പറ്റിയ അബദ്ധങ്ങൾ മാത്രമാണെന്നും അവരെല്ലാവരും നമ്മുടെ കണ്ണിൽ ഒരേപോലെ തന്നെ നമ്മൾ അവരെ കാണണമെന്നുമാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഇതൊന്നും മറന്നു പോകരുത്. മൗലികമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരൊറ്റ സഹാബിയെക്കുറിച്ചും അവർ മോശമായിരുന്നു പറയാൻ പാടില്ല. എല്ലാവരും അവരൊക്കെ നല്ലവരാണ് എന്നേ പറയാൻ പാടുള്ളൂ. കാരണം അള്ളാഹ് അവരെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും പറഞ്ഞാൽ എന്താണ്? അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇതാരും മറന്നു പോകരുത്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ടീമൊന്നും ഇതൊന്നും കേൾക്കണില്ല, അവരിതൊന്നും അറിയണില്ല. ഏതോ ഇപ്പം അടുത്ത കാലത്ത് ജീവിച്ച ഒരു നൂറ്റാണ്ടോ അല്ലെങ്കിൽ 4, 5, 6, 7 നൂറ്റാണ്ടൊക്കെ മുമ്പുള്ള ഏതെങ്കിലും ആൾക്കാരെ വിമർശിക്കുന്നത് പോലെയാണ് സഹാബത്തിനെ വിമർശിക്കുന്നത് എന്ന് ഒരാളും മനസ്സിലാക്കരുത്. അത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കണം.